നിങ്ങൾ ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? V0t ഹാഫ് എ ടി സ്ക്വയർ. ചിലപ്പോൾ ഒരു ഇത്രയും പാട്ടെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? V0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതേ നിങ്ങൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ ഫിസിക്സിൽ? അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് അതേ ഇക്വേഷൻ തന്നെ ഇത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ എക്സ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഇത്ര ടൈം ട്രാവൽ ചെയ്താൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് എത്തി എന്നുള്ള, അതായത് ഫൈനൽ പൊസിഷൻ, നമ്മുടെ ഫൈനൽ പൊസിഷൻ ഈക്വൽ ടു ഈ അടുത്തേക്ക് എന്താ ഇനിഷ്യൽ പൊസിഷൻ. അപ്പൊ നമുക്ക് ഈ ഇനിഷ്യൽ പൊസിഷനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാലോ എക്സ് ടി മൈനസ് എക്സ് സീറോ എന്ന് കിട്ടും. അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് കിട്ടും. അതെന്തോന്നാ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തോന്നാ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു V0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ ഈ V0 ആണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ യു എന്ന് വിളിക്കുന്നത്. സോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതായത് ആ ഫിസിക്സിന്റെ ഇക്വേഷൻ വന്നത് എവിടുന്നാ നിങ്ങൾക്ക് മനസ്സിലായില്ല? ടൈലർ സീരീസിൽ നിന്ന് തന്നെ. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു കാറിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാ. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു വണ്ടി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇപ്പൊ അത് എത്രാമത്തെ പൊസിഷനിലാണെന്ന് അറിയാൻ നമുക്ക് എന്തൊക്കെ വേണം. അതായത് എനിക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഇവിടെ ടൈം മാത്രമാണ്. ഓക്കെ, ഞാൻ എന്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഒരു 0 എനിക്ക് ആകെപ്പാടെ അറിയാവുന്നത് എന്റെ കയ്യിൽ 30 മിനിറ്റ് ഉണ്ട്, അപ്പം അല്ലെ 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ 1 മണിക്കൂർ കഴിയുമ്പം എന്റെ ഫൈനൽ പൊസിഷൻ എന്തോന്നാ. കാരണം എന്റെ ഇനീഷ്യൽ പൊസിഷൻ എനിക്കറിയാം 0 ആണ്. എന്റെ ഫൈനൽ പൊസിഷൻ എന്തോന്നാ അത് നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ വണ്ടിക്ക് സ്പീഡ് ഉണ്ടോ. സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളൂ. സ്പീഡ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്, നമ്മൾ അനങ്ങിയിട്ടില്ല. നമ്മുടെ വണ്ടിക്ക് ആദ്യം സ്പീഡ് ഉണ്ടോ എന്ന് നോക്കി. എത്ര നോക്കിയത്? സ്പീഡ് ഉണ്ടോ എന്ന് നോക്കിയപ്പം നമുക്ക് കിട്ടിയത് ഒരു 30 km/h ആന്ന് വെച്ചോ. അതിൻ്റെ അർത്ഥം എന്താ, ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ 30 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, എന്റെ ഇനിഷ്യൽ പൊസിഷൻ 0 ആണ്, എന്റെ ഫൈനൽ പൊസിഷൻ എന്താ 30 കിലോമീറ്റർ. ഇതിന്റെ കേസ് എന്താ, കോൺസ്റ്റന്റ് വെലോസിറ്റി. അതായത് എന്റെ വണ്ടിക്ക് ഒറ്റ വെലോസിറ്റി ഉള്ളൂ, 30 km/h മാത്രം. ഇനി അങ്ങനല്ല, എന്റെ വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടെന്ന് നോക്ക്. സപ്പോസ് 10 km/h². ഓക്കെ, അതായത് എന്റെ വണ്ടി ഓരോ മണിക്കൂറിലും അതിന്റെ മീൻസ് അങ്ങനല്ല, എന്റെ വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ട്, പക്ഷെ ആ സ്പീഡ് തന്നെ കൂടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഈ കേസിൽ ഇനി എന്റെ ഫൈനൽ പൊസിഷൻ 30ാമത്തെ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം കോൺസ്റ്റന്റ് സ്പീഡിൽ പോവാണെങ്കിൽ എന്റെ വണ്ടി 30 km/h പോയിക്കൊണ്ടിരിക്കുക, സ്പീഡ് എവിടെയും മാറുന്നില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് പ്രഡിക്റ്റ് ഈക്വൽ ഇന്റർവെൽ, ഈക്വൽ ടൈം ഇന്റർവെൽ, ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത്, അപ്പോൾ 30 km/h പോകുന്നൊരു വണ്ടി സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആണെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതിന്റെ 1 മണിക്കൂർ കഴിയുമ്പോൾ 30 ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞാൽ വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഉള്ളതിന്റെ അർത്ഥം എന്താ, ആ വണ്ടിയുടെ സ്പീഡ് തന്നെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ മാത്രമാണോ? അല്ലല്ലോ. 30 തന്നെ അല്ലല്ലോ, അതിനെക്കാട്ടി കൂടുതലായിരിക്കുമല്ലോ. കാരണം ഇവിടെ വണ്ടി ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ, എന്റെ സ്പീഡ് തന്നെ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ എന്റെ സ്പീഡ് 30 km/h ആണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ 32 ആയിരിക്കും, പിന്നെ 35 ആയിരിക്കും. സോ അതിന്റെ അർത്ഥം എന്താ, സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉണ്ട്. ഓക്കെ, സ്പീഡ് കൂടുന്ന അർത്ഥം എന്താ, തോനെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? 30 km/h നമ്മൾ 1 മണിക്കൂറിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര? 30. ആ സ്പീഡ് മാറി 35 km/h ആയാലോ നമ്മുടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര? 1 മണിക്കൂറിൽ തന്നെ 35. സോ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നൊരു വണ്ടി 30 km/h പൊക്കൊണ്ടിരുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ 30 കിലോമീറ്റർ ക്രോസ് ചെയ്ത ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഒരിക്കലും 30 ആയിരിക്കില്ല, 30 കൂടുതലായിരിക്കും. നിങ്ങൾ ഇവിടെ മറക്കല്ലാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനെ നമ്മൾ 0 എന്ന് പറയുന്നുള്ളൂ. നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് നമ്മൾ ഒരിക്കലും 0 എന്ന് പറയുന്നില്ല. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാത്രമേ നമ്മൾ 0 എന്ന് പറയുന്നുള്ളൂ. അതായത് നമ്മൾ ഇപ്പൊ ഈ ചിന്തിക്കുന്ന കേസില്ലേ, ഇവിടെ നമ്മുടെ വണ്ടി ഒരിക്കലും നിർത്തിയിട്ടാൽ തന്നെ സ്റ്റാർട്ട് ആവുമല്ല. ഓക്കെ, ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഓടി വന്നോണ്ടിരുന്ന് നമ്മുടെ ഒരു ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ ജംഗ്ഷൻ ആയിരിക്കാം, ആ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു ഹൈവേയിലോട്ട് കയറുമായിരിക്കാം. ആ കയറുന്ന പോയിന്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും അതിന്റെ ആ കയറുന്ന സ്പീഡാണ് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, നമ്മളിവിടെ കയറിയത് തന്നെ 30 km/h. എന്നിട്ട് ആ 1 മണിക്കൂറും അത് 30 km/h തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇല്ലെങ്കിൽ അവിടെ പറ്റുന്ന പ്രശ്നം എന്താ, നമ്മൾ നിർത്തിയിട്ട വണ്ടി
നമ്മൾ 30 km/h എത്തിയെന്ന് പറഞ്ഞാൽ 0 km/h നിന്ന് 30 km/h വരെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ അതൊരിക്കലും കോൺസ്റ്റന്റ് സ്പീഡ് അല്ല, മനസ്സിലായോ? നമ്മുടെ ഇവിടെ കോൺസ്റ്റന്റ് സ്പീഡിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വണ്ടി വന്നത് 30 km/h ആൻഡ് പൊക്കൊണ്ടിരുന്ന അങ്ങ് എൻഡിലെത്തിയത് ആ ത്രൂ ഔട്ട് ദ ജേർണി 30 km/h ആയിരുന്നു. ആക്സിലറേഷൻ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കന്ന് കയറിയത് 30 km/h, പിന്നെ ആ പോയിന്റിൽ നിന്ന് ആക്സിലറേറ്റ് ചെയ്തോ ഡീസിലറേറ്റ് ചെയ്തോ എന്നുള്ള നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞ ഏതാണ്ട് അതേ എക്സാമ്പിൾ തന്നെ. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ആക്സിലറേറ്റ് ചെയ്യുന്നൊരു വണ്ടി കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നൊരു വണ്ടിയെക്കാട്ടിലും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. അതായത് ഫൈനൽ പൊസിഷൻ തമ്മിൽ വ്യത്യാസം കാണും. കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂറാണ് നമ്മുടെ ടൈമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പം 30 km/h പോകുന്നെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 30 km ആയിരിക്കും. ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി 30 km/h കൂടുതലായിരിക്കും. ഡീസിലറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി 30 km/h താഴെ ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യം പറയാം. റിയൽ ലൈഫിൽ നമ്മളൊരു കാറിൽ കയറി ഒരു ഫൈനൽ പൊസിഷനിൽ എത്തുന്നത് എത്തുമ്പം ആക്ച്വലി എന്താ സംഭവം? നമ്മളൊരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് അല്ലേ? ആ ഡിസ്റ്റൻസ് എത്ര മീൻസ് എന്താ, എത്ര ഡിസ്റ്റൻസാ കവർ ചെയ്തത് ഇത്ര ടൈമിനുള്ളിൽ എന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ബാധിക്കുന്നത്? ഒന്ന് വണ്ടിയുടെ സ്പീഡ്, ഒന്ന് വണ്ടി ആക്സിലറേഷൻ ഉണ്ടോ, ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്കറിയും. പക്ഷെ വേറെ സാധനമുണ്ട്, ഈ ആക്സിലറേഷൻ തന്നെ എങ്ങനെ കൂടുന്നു എന്നുള്ളത് ജെർക്ക് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, മനസ്സിലായി? അതായത് വണ്ടിക്ക് ഒരു വെലോസിറ്റി ടേം ഉണ്ടോ നോക്കണം. വെലോസിറ്റി ഉണ്ടല്ല വണ്ടി അനങ്ങും. അതിൻ്റെ ആ വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ ടേം ഉണ്ടോ, എൻ്റെ ആ വണ്ടിക്ക് ഒരു ജെർക്ക് ടേം ഉണ്ടോ. ഓക്കെ, അതാണ് ഇവിടെ ടൈലർ സീരീസ് ആയിട്ട് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഫൈനൽ പൊസിഷൻ നമുക്കറിയേണ്ടത് എന്താ, നമ്മുടെ ഒരു ടൈം ടി കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ പൊസിഷൻ എന്താണ് എന്നുള്ളതിന് ഏറ്റവും ആദ്യം എന്താ ഇനിഷ്യൽ പൊസിഷനിൽ, പിന്നെ വെലോസിറ്റി പാർട്ട് വന്നു, പിന്നെ ആക്സിലറേഷൻ പാർട്ട് വന്നു. ഓക്കെ, ആൻഡ് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ ഇതെല്ലാം ആക്ച്വലി പൊസിഷൻ തന്നെ. നമ്മളിവിടെ ഫുള്ള് പൊസിഷൻസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നോക്ക്, ഇനിഷ്യൽ പൊസിഷന്റെ ടൈമിൽ തന്നെ ഇതെന്താ വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാം വെലോസിറ്റി എന്താ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് എന്താ, വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് എന്താ, അതൊരു പൊസിഷന്റെ ടൈം അല്ലേ? അതായത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ. ഇത്ര പൊസിഷൻ കവർ ചെയ്തു എന്നുള്ളത് എന്താ, ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി. സോ ഇതെന്താണ്, ഇതും ഡിസ്റ്റൻസിന്റെ ടൈം തന്നെ. ഈ കാണുന്ന എന്താ, ഹാഫ് AT². ഈ ഹാഫ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് എടുത്ത് മാറ്റിയ പിന്നെ ഇവിടെ ഉള്ള എന്താ, AT². എന്താ, ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താ, വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അപ്പൊ എന്ത് കിട്ടും, വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ഇൻറ്റു ടൈം സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും, V ഇൻറ്റു ടി. V ഇൻറ്റു ടി എന്താ, നമ്മുടെ തൊട്ട് മുമ്പ് വന്നതിന്റെ കൂട്ട് തന്നെ ഡിസ്റ്റൻസ്. സോ ഈ കാണുന്ന എല്ലാം പൊസിഷൻ ഡിസ്റ്റൻസിന്റെ ടൈമിൽ കിടക്കുന്നതാ. ഓക്കെ, സോ നമ്മൾ ഇവിടെ മൊത്തം സമ്മപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി പൊസിഷനാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പല കേസ് പറയാം. ഫസ്റ്റ് കേസ്, എൻ്റെ വണ്ടി സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ 30 km/h എൻട്രി ചെയ്ത് ഞാൻ 30 km/h തന്നെ പോയിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, 30 km. ഇതിൽ ആർക്കും സംശയമില്ല. അടുത്തൊരു കേസ് എടുക്കുക. ആ കേസിൽ എൻ്റെ വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. സപ്പോസ് അതെന്ന് പറഞ്ഞാൽ 10 km/h². ഓക്കെ, ഞാൻ ഇനിഷ്യലി കയറിയ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 km/h. ഇനി ഈ 1 അവർ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇനി ഇതേ 1 അവർ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ആക്സിലറേഷൻ ഇല്ല കോൺസ്റ്റന്റ് സ്പീഡിന്റെ കേസില്ല. അവിടെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 30 km ക്രോസ് ചെയ്തു. ഇവിടെയും അതേ 30 km തന്നെ വണ്ടി ഇനിഷ്യൽ പൊസിഷനിലോട്ട് എൻ്റർ ചെയ്യുന്നത്, പക്ഷെ ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ ഇത് ടോട്ടലി കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 30യെക്കാട്ടി കൂടുതലായിരിക്കും. ഓക്കെ, അതായത് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന റേറ്റും കൂടി വന്നുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ. ഇത് നമ്മുടെ ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇനിഷ്യൽ പൊസിഷൻ 0 പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി 30 km/h ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 10 km/h² ഇൻറ്റു ടൈം സ്ക്വയർ. കാരണം 1 മണിക്കൂർ കൊണ്ട് എത്ര ട്രാവൽ ചെയ്തെന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 35 km. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി പോയിക്കൊണ്ടിരുന്നപ്പോൾ 30 km ആണ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തെങ്കിൽ 10 km/h² ആക്സിലറേഷൻ ഉള്ളപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി കവർ ചെയ്ത് 35 km. ഓക്കെ, ഇനി ഞാൻ വേറൊരു കേസ് പറയാം. എൻ്റെ വണ്ടിക്ക് ഒരു ജെർക്ക് കൂടെ ഉണ്ട്. നമ്മൾ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക്
ആക്സിലറേഷൻ വരെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ജെർക്ക് വരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വളരെ കുറച്ച് പേരുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ജെർക്ക് കൂടെ ഉണ്ടെന്ന് നോക്ക്. ജെർക്ക് കൂടെ വരുമ്പോൾ ഇവിടെ എന്ത് വരും എന്നറിയാം, പ്ലസ് 1/6 ഇൻറ്റു ജെ ടി ക്യൂബ് എന്ന് വരും. ജെ എന്ന് പറഞ്ഞാൽ ജെർക്കിന്റെ വാല്യൂ. 1/6 എങ്ങനെ വന്നെന്നറിയാം, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ആണല്ലോ ടൈലർ സീരീസിൽ. 3 ഫാക്ടോറിയൽ എന്താ, 3 ഇൻറ്റു 2. അപ്പോൾ എന്താ 1/6 ഇൻറ്റു ജെ ടി ക്യൂബ് എന്ന് വരും. എൻ്റെ ജെർക്ക് 10 km/h ക്യൂബ് ആയിരുന്നെന്ന് വെച്ചാൽ ഇവിടെ. അപ്പോൾ അതെങ്ങനെ വരും, കമ്പ്യൂട്ട് ചെയ്യാം. കണ്ടേ, ഇനിഷ്യൽ പൊസിഷൻ പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി 30 ഇൻറ്റു ടൈം 1 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 10 ടൈം സ്ക്വയർ പ്ലസ് 1/6 ഇൻറ്റു ജെർക്ക് 10 ഇൻറ്റു ടൈം ക്യൂബ്. ഓക്കെ, ഇവിടുത്തെ ഈ ജെർക്കിന്റെ യൂണിറ്റ് എന്തുവെന്ന് ചോദിച്ചാൽ 10 km/h ക്യൂബ് എന്നാ. ഓക്കെ, ഇത് മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36.67. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊത്തം കണ്ടുപിടിച്ച് എന്തൊക്കെയാ, അതായത് കോൺസ്റ്റന്റ് സ്പീഡിൽ മാത്രം പോകാനെങ്കിൽ 30 km, ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ 35 km, ജെർക്ക് കൂടെ ഉണ്ടെങ്കിൽ 36.67. ഇനി ആ പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ, അതായത് ഇത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് ടേം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 0, ഈ 2 ടേം മാത്രം കൺസിഡർ ചെയ്താൽ 30 km, ഈ 3 ടേം മാത്രം കൺസിഡർ ചെയ്താൽ 35 km, നാലാമതോ ടേം കൂടെ ഇട്ട് കൺസിഡർ ചെയ്താൽ 36.67. ഇപ്പം നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായി എക്സാക്ട്ലി ഹൗ ദാറ്റ് വർക്ക്സ്. അതായത് ഇവിടുത്തെ ഓരോ ടേംസ് ആണ് നമുക്ക് ഓരോരുത്തരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഈ സെക്കൻഡ് ടേം ആണ് നമ്മുടെ വെലോസിറ്റി ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. തേർഡ് ടേം ആണ് നമ്മുടെ ആക്സിലറേഷനെ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഫോർത്ത് ടേം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോർത്ത് ടേം ആണ് ആക്ച്വലി ജെർക്കിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കേസിൽ എന്താ, നമ്മുടെ വണ്ടിയുടെ ഇനീഷ്യൽ സ്പീഡ് 30 km/h, 30 km/h, ആക്സിലറേഷൻ 10 km/h ആൻഡ് ജെർക്ക് 10 km/h ക്യൂബ്. ഓക്കെ, ഈ കേസ് ഉണ്ടെന്ന് നോക്ക്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ ഈ ലാസ്റ്റിലത്തെ 2 ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ പോവാ. ഓക്കെ, എന്താണ് ലാസ്റ്റിലത്തെ 2 ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ പോവാ. ഹാഫ് AT² 1/6 ജെ ടി ക്യൂബിനെ ഞാൻ നെഗ്ലക്ട് ചെയ്യാൻ പോവാ ഈ ഇക്വേഷനിൽ നിന്ന്. ഇനി നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവ രണ്ടും മാത്രമല്ല ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ടേമിനെ മൊത്തം ഞാൻ നെഗ്ലക്ട് ചെയ്ത്, കാരണം അതെന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടൈലർ സീരീസാണ്. അപ്പോൾ എന്താ, നമ്മൾ സെലക്റ്റീവ്ലി നമുക്ക് 2 ടേം എടുക്കാം, 3 ടേം എടുക്കാം, 4 ടേം എടുക്കാം. നമ്മൾ എത്രത്തോളം ടേം ആഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആക്യുറസി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, സെലക്റ്റീവ്ലി ഈ 2 ടേം മാത്രം വെച്ചിട്ട് ബാക്കി വരുന്ന എല്ലാ ടേമും നെഗ്ലക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇനി എൻ്റെ x(t) എന്താ, അതായത് ഞാൻ ടോട്ടലി കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര വരും, ഇവ രണ്ടും മാത്രമല്ല ഉള്ളൂ ഇനി. ആൻഡ് ഇവളുടെ രണ്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 0 + 30 × 1 എത്ര, 30. ഓക്കെ, അതായത് ഞാൻ ഈ ഹാഫ് AT² അത് കഴിഞ്ഞുള്ള എല്ലാ ടേമിനെ അവോയ്ഡ് ചെയ്തപ്പം അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞപ്പം എനിക്ക് ഇനിയിപ്പം ഞാൻ ടോട്ടലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര എനിക്ക് കിട്ടിയത്, 30. പക്ഷേ ഞാൻ ടോട്ടലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, 1 മണിക്കൂർ കൊണ്ട് 36.67. കാരണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്കൊരു ആക്സിലറേഷനും ഉണ്ട്, ഒരു ജെർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ആക്സിലറേഷനെ ജെർക്കിനെ സെലക്റ്റീവ്ലി അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ എനിക്ക് മാത്രം കിട്ടി ഇവരെ രണ്ടിനെയും മാത്രം. അപ്പോൾ എനിക്ക് കിട്ടിയത് 30. അപ്പോൾ എന്താ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 36.61. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 30. ഇവിടുത്തെ എറർ ഫാക്ടർ ആരാന്നാ, 6.67. അത് എവിടെ നിന്ന് കിട്ടി, ആ 6.67 എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 5. ഓക്കെ, ഈ ആക്സിലറേഷൻ ടേമിൻ്റെ 5ഉം അതുപോലെ ഈ ജെർക്കിൻ്റെ 1.67 സമ്മപ്പ് ചെയ്ത വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 6.67 എറർ കിട്ടിയത്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ തേർഡ് ടേമിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഫോർത്ത് ടേമിനെ അത് കഴിഞ്ഞിട്ടുള്ള ടേമിനെ മാത്രം സെലക്റ്റീവ്ലി ഇഗ്നോർ ചെയ്ത് കളയുക. അതായത് ജെർക്കിൻ്റെ ടേമിനെ മാത്രം ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തുണ്ട്, x0 + v0t + ഹാഫ് AT². ഇത്രയും പേരെ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 35 km. കാരണം 35 km നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ 3 ടേമിനെ മാത്രം ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു, 35 km. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചെത്ര, 35 km. പക്ഷെ ആക്ച്വൽ എത്ര, 36.67. അതെന്താ, ഓൾറെഡി ഒരു ജെർക്ക് ഉണ്ടായിന്, പക്ഷെ നമ്മൾ സെലക്റ്റീവ്ലി ജെർക്ക് ഫാക്ടറിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞത്. നമ്മൾ ആദ്യത്തെ 3 ടേം മാത്രമേ എടുത്തുള്ളൂ. ഇപ്പം ഇവിടെ ഉണ്ട് എറർ എത്ര, ഇത് ആക്ച്വൽ മൈനസ് പ്രെഡിക്റ്റഡ്. ഇവിടെ ആക്ച്വൽ എത്ര, 36.67. ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച എത്ര നമ്മൾ, അല്ലെ സെലക്റ്റീവ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ എത്ര,
35. അപ്പം നമുക്കുണ്ട എറർ എത്ര? 36.67 മൈനസ് 35, അതായത് 1.67. ഈ 1.67ന്റെ ഒരു കാരണക്കാരൻ ആരാ? നമ്മുടെ ജെർക്ക് ഫാക്ടർ. ഏതാ നോക്ക്. ആണ്ടെ ഈ 1.67ന്റെ ഒരു ഫാക്ടർ ആരാ? ഈ ജെർക്ക് ഫാക്ടർ. മനസ്സിലായി? കാരണം നമ്മൾ ജെർക്ക് ഉണ്ടായിട്ടും ജെർക്കിനെ ഇഗ്നോർ ചെയ്തതാണല്ലോ, അപ്പം അത് സെൻസിബിൾ ആണല്ലോ. ഇനി നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് നമ്മൾ ആദ്യത്തെ 2 ടേമിനെ മാത്രം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 30. ആദ്യത്തെ 3 ടേമിനെ മാത്രം നമുക്ക് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 35. ഓക്കെ, നമ്മുടെ ആക്ച്വൽ വാല്യൂ എത്ര? 36.67. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 2 വാല്യൂ മാത്രം എടുത്തപ്പോൾ നമുക്കുണ്ട എറർ എത്ര? 6.67. 3 ടേം മാത്രം എടുത്തപ്പോൾ നമുക്കുണ്ട എറർ എത്ര? 1.67. ഓക്കെ, ഈ പറഞ്ഞ 6.67നെക്കാട്ടിലും എന്തുകൊണ്ടും കുറവാണല്ലോ 1.67. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓരോ ടേംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആക്യുറസി കൂടാൻ തുടങ്ങി. ഓക്കെ, അതായത് നമുക്കറിയാം ഇവിടുത്തെ ആക്ച്വൽ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ 36.67. നമ്മൾ ഇവിടുത്തെ 2 ടൈം മാത്രം എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ അവിടെ എന്തുണ്ട്? ആക്ച്വലി 6.67ന്റെ ഡിഫറൻസ് ഉണ്ട് ആക്ച്വൽ വാല്യൂ ഇട്ട്. പക്ഷെ നമ്മൾ 3 ടൈം കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. ഇതും ആക്ച്വൽ വാല്യൂ തമ്മിൽ 1.67ന്റെ ഡിഫറൻസ് ഉള്ളൂ. മനസ്സിലായോ? അതായത് ഓരോ ടേംസ് ആഡ് ചെയ്തപ്പോൾ ആക്യുറസി കൂടി. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുത്തെ എറർ സോൾലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാന്ന്? അതായത് ഇവിടെ ആക്സിലറേഷനും ജെർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 2 ഫാക്ടർ മാത്രം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 30. ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 36.67. അപ്പോൾ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 6.67. ഈ 6.67 നമുക്ക് ഇവിടെ സോൾലി കോൺട്രിബ്യൂട്ട് ചെയ്ത് തരാം ഈ 2 ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമും. മനസ്സിലായി? അതായത് ഇതാ നോക്ക്, ഈ 5 പ്ലസ് 1.67 അല്ല ആക്ച്വലി 6.67. ഈ 5 പ്ലസ് 1.67 തന്നാരാ? ഈ ഫാക്ടറും ഈ ഫാക്ടറും. അതായത് നമ്മൾ ആരെയാണോ ഇഗ്നോർ ചെയ്തത് അവരാണ് നമുക്ക് ആക്ച്വലി എറർ തന്നത്, അല്ലേ? ഇനി നമ്മൾ ഈ 3 പേരെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോന്നാ? 35. പക്ഷെ ആക്ച്വൽ വാല്യൂ എത്ര? 36.67. അപ്പൊ എറർ ആരാ? 1.67. ഈ 1.67 നമുക്ക് എവിടുന്നാ കിട്ടിയത്? എന്താ 1.67 നമുക്ക് സോൾലി തന്നത് ഇയാളാ. അതായത് ആരെയാണോ നമ്മൾ സെലക്റ്റീവ്ലി ഇഗ്നോർ ചെയ്തത് ആ ആള്, അതാണ് നമുക്ക് ഈ എറർ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? ഇവിടെ നമുക്ക് ആക്ച്വലി എറർ തരുന്നത് ആരാ? ഏത് പാർട്ടാണോ ഇഗ്നോർ ചെയ്യുന്നത് ആ പാർട്ടിന് അങ്ങോട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ പാർട്ട് മാത്രമല്ല, ആ പാർട്ടും അങ്ങോട്ടുള്ളത്. അതായത് ഇവിടെ ആക്സിലറേഷനും ജെർക്കും ഉണ്ടായിരുന്ന കേസിൽ തന്നെ നമ്മൾ ഇവരെ 2നെ മാത്രം കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എറർ എത്ര? 6.67. ഈ 6.67 കോൺട്രിബ്യൂട്ട് ചെയ്താരാ? ഈ ഹാഫ് AT² പ്ലസ് 1/6 JT³ ഓക്കെ, എറർ കോൺട്രിബ്യൂട്ട് ചെയ്താരാ? ഇവർ 2 പേരും, അല്ലാതെ ഇതിൽ ഒരാളല്ല. ഏത് പോയിന്റ് ആണ് ഇഗ്നോർ ചെയ്ത് ആ പോയിന്റും അതിന് അങ്ങോട്ടുള്ള പോയിന്റും. ഇവിടെ നമ്മൾ ഇഗ്നോർ ചെയ്ത ഹാഫ് AT² അതിന് അങ്ങോട്ടുള്ള പോയിന്റും. അതായത് ബേസിക്കലി തേർഡ് ടേമിന് റൈറ്റിലോട്ടുള്ള മൊത്ത കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്ത. ഓക്കെ, അതായത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഹാഫ് AT² പ്ലസ് 1/6 JT³ പ്ലസ് ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം കൂടെ. ആദ്യത്തെ 2 ടേം മാത്രം എടുത്ത് ബാക്കി മൊത്തം ടേം നമ്മൾ ഇഗ്നോർ ചെയ്ത്. ആദ്യത്തെ 2 ടേം മാത്രം എടുത്തപ്പോൾ നമുക്ക് 30 കിട്ടി. പക്ഷെ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 36.67 ആയിരുന്നു. ആ 6.67 എന്ന് പറഞ്ഞ ഡിഫറൻസ് ഈ ഹാഫ് AT² പ്ലസ് 1/3 JT³ പിന്നെ പ്ലസ് ഇനി അങ്ങോട്ട് എന്ത് ടേം ഉണ്ട്? അത്രയും ടേമാണ്. സോ ഏത് ടേമാണ് ഇഗ്നോർ ചെയ്ത്? ഇവിടെ ഹാഫ് AT² പ്ലസ് അതും അതിന് അപ്പുറത്തോട്ടുള്ള മൊത്തം ടേമോ നമുക്ക് എറർ തന്നു ബേസിക്കലി. മനസ്സിലായോ? സോ അപ്പൊ നമ്മൾ ഫൈനലി മനസ്സിലാക്കി എന്താ, ഏത് ടേം തൊട്ടാണോ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടേം തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെയാണ് ആക്ച്വലി നമുക്ക് എറർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ കീ ഐഡിയാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ഇവിടാണ് നമ്മൾ നമ്മുടെ ആക്ച്വൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഈ ഫസ്റ്റ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ടേം മാത്രമേ സെയിം ആയിട്ടുള്ളൂ. ബാക്കി എഫ് ഡാഷ് ഓഫ് എ ബി മൈനസ് എ പ്ലസ് അപ് ടു ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ് ഒറ്റ എഫ് ഡാഷ് ഓഫ് സി ബി മൈനസ് എ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് സി എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് നമ്മുടെ ഈ എൻറ്റയർ സമ്മിന്റെ ബിഹേവിയർ നമുക്ക് പറഞ്ഞു തരും. അതായത് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പിന് ആ ഫംഗ്ഷനെ കുറിച്ചുള്ള മൊത്തം നോളജ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ തൊട്ട ഇൻഫിനിറ്റി വരെയുള്ള മൊത്തം സമ്മിനെ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് കൊളാപ്സ് ചെയ്ത് എഴുതാന്ന്. അപ്പൊ ഇവിടെ ഒരുപാട് പേർക്കും തോന്നുന്ന സംശയമുണ്ട്. സംശയം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ എഫ് ഓഫ് ബി, ഇവിടെ എഫ് ഓഫ് ബി.
അതുപോലെ ഇവിടെ എഫ് ഓഫ് എ, ഇവിടെ എഫ് ഓഫ് എ. അത് കണ്ട് ചേഞ്ച് ആവുന്ന അവിടെ തൊട്ടാ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി ആണ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. അപ്പൊ എല്ലാവർക്കും സംശയം തോന്നും, എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയുന്നത് കോമൺ ആണ്, അത് കഴിഞ്ഞ് തൊട്ടുള്ളതാണ് അങ്ങോട്ട് മാറുന്നതെന്ന്. ആക്ച്വലി അങ്ങനല്ല, ഇത് ഈ ഒരു കേസിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കില്ല ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടേം തൊട്ടേ നമുക്ക് മീൻ വാല്യൂ തിയറം എടുക്കാൻ പറ്റുന്നു. അങ്ങനല്ല. മീൻ വാല്യൂ തിയറം എന്താ ഇവിടെ തരുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള സമ്മിനെ കൊളാപ്സ് ചെയ്ത് ജനറലൈസ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് ആക്കി. ഓക്കെ, അതായത് ബേസിക്കലി എന്താണ് മീൻ വാല്യൂ തിയറം? നിങ്ങളെ പേര് തന്നെ നോക്കും, മീൻ, അതായത് ആവറേജ്. ഓക്കെ, അതാണ് നമ്മളോട് ഇവിടെ മീൻ വാല്യൂ തിയറം ആക്ച്വലി പറയുന്നത്. അതായത് എന്താ, നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്, എയും ബിയും. ഓക്കെ, എന്ന് ബിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊരു വഴിയുണ്ട്, സ്ലോപ്പ് എടുത്താൽ മതി. എന്ന് ബിയിലോട്ട് പോകുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കൂടുക, എന്ന് ബിയിലോട്ട് പോകുമ്പോൾ സ്ലോപ്പ് കുറയുവാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കുറഞ്ഞു വരിക, എന്ന് ബിയിലോട്ട് പോകുമ്പോൾ സ്ലോപ്പ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാനുള്ളൊരു വഴിയാണിത്. എന്ത്, എന്ന് ബിയിലോട്ട് പോകുമ്പോൾ. അപ്പൊ ആക്ച്വലി നമ്മൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? സ്ലോപ്പാ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മീൻ വാല്യൂ തിയറം എന്താ പറയുന്നത്? അവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ ആ സ്ലോപ്പ് നമ്മുടെ എയുടെയും ബിയുടെയും ഇടയുള്ള സ്ലോപ്പിനോട് സെയിം ആണ്. സോ ആക്ച്വലി നമ്മളോട് എന്താ പറയുന്നത്? നിങ്ങൾ സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് എടുത്താൽ മതി. ഓക്കെ, സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ സ്ലോപ്പ് നമ്മുടെ ആക്ച്വൽ എയുടെയും ബിയുടെയും ഇന്റർവെല്ലിലുള്ള സ്ലോപ്പിനോട് സെയിം ആണ്. ഓക്കെ, അതായത് ബേസിക്കലി നിങ്ങൾ എയുടെയും ബിയുടെയും ഇടയിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നടക്കണ്ട, സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അത് ഈ പറഞ്ഞ എയുടെയും ബിയുടെയും ഇടയുള്ള സ്ലോപ്പിന് സെയിം ആയിരിക്കും. സോ സി എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തരും. ഓക്കെ, അതായത് ബേസിക്കലി അത് ആ പോയിന്റിൽ നിന്നുള്ളതൊന്ന് ആവറേജ് ഔട്ട് ചെയ്ത് തരിക. മനസ്സിലായോ? മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ 100 മൈൽസ് 2 മണിക്കൂർ എടുത്ത് ട്രാവൽ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ എൻ്റെ ആവറേജ് സ്പീഡ് എന്താന്ന് ചോദിച്ചാൽ 50 മൈൽ പെർ അവർ. ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നത്. സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ ഈ 50 മൈൽ പെർ അവർ എന്ന് പറഞ്ഞല്ലോ, ഈ പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് ആയിരിക്കും ഈ 50 മൈൽ പെർ അവർ. ഓക്കെ, സംശയം തോന്നുന്നു, സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പോ? ഇത് ബേസിക്കലി ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന എന്തോന്നാ, പൊസിഷൻ ടൈം ഗ്രാഫ് കേട്ടാ. പൊസിഷൻ ടൈം ഗ്രാഫിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. സോ നമ്മളിവിടെ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം സി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി എടുക്കുന്നു. ആൻഡ് ആ സി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി ആയിരിക്കും 50 മൈൽ പെർ അവർ. അതിന്റെ കാരണമുണ്ട്. കാരണം എന്താ? കാരണം ഞാൻ ഒരാളോട് പറയുക ഞാൻ 50 മൈൽ പെർ അവറിലാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ മാത്രമായി കൊടുക്കുക, ഞാൻ 50 മൈൽ പെർ അവറിലാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ 2 മണിക്കൂർ എത്തുമ്പോൾ ഞാൻ എത്ര ഡിസ്റ്റൻസ് ക്രോസ് ചെയ്ത്? 2 മണിക്കൂർ എത്തുമ്പോൾ അയാൾക്ക് സുഖത്തെ പറയല്ലോ 100 മൈൽസ് എന്ന്. അതിന്റെ കാര്യം എന്താ, അയാൾ നോക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ആവറേജ് സ്പീഡ് 50 മൈൽ പെർ അവർ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഞാൻ 100 മൈൽ പെർ അവർ 100 മൈൽസ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ബേസിക്കലി ഇത് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റിയ എങ്ങനെ, ഞാൻ കൊടുത്തിട്ടുള്ള ഒറ്റ പോയിന്റിലെ വാല്യൂ ഉള്ളു, ഏത്, സി എന്ന് പറയുന്ന പോയിന്റിൽ എൻ്റെ സ്പീഡ് 50 മൈൽ പെർ അവർ ആയിരുന്നു. ആ ഒരൊറ്റ വാല്യൂ വെച്ചുകൊണ്ട് അയാൾ ഞാൻ 2 മണിക്കൂർ കഴിയുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ക്രോസ് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റി. സോ ഇവിടെ കണ്ടോ, എ തൊട്ട് ബി വരെ എന്ത് സംഭവിച്ചു എന്നത് സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ സ്പീഡ് നമുക്ക് പറഞ്ഞു തന്നു. അതായത് എ തൊട്ട് ബി വരെ ഞാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നത് എനിക്ക് സി എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിലെ സ്പീഡ് പറഞ്ഞു തന്നു. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റിലെ സ്ലോപ്പ്. ആൻഡ് ആക്ച്വലി ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എന്തോന്നാ, ആവറേജ് സ്പീഡ്. മനസ്സിലായി? ഇതാണ് അതായത് ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒറ്റ കാര്യമുള്ളൂ. എയും ബി എന്ന് പറഞ്ഞ 2 പോയിന്റ് കാണും, ആ പോയിന്റിന്റെ ഇടയിൽ ആക്ച്വലി സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണും. ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിൽ കൂടെ വരയ്ക്കുന്ന സീക്കൻഡിന്റെ സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. എയുടെയും ബിയുടെയും ഇടയിൽ വരയ്ക്കുന്ന സീക്കൻഡ് ആക്ച്വലി എന്താ പറയുന്നത് വെച്ചാൽ ആ ഫംഗ്ഷന്റെ ഓൾമോസ്റ്റ് ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ആ ഫംഗ്ഷൻ റൈസ് ചെയ്യുവാന്നോ കുറയുവാന്നോ എന്നുള്ളത് മാത്രമാണ്. ഇത് ഞാൻ ഒരു ഫസ്റ്റ് ലെവലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിച്ച. ഓക്കെ, സീക്കൻഡിന് വളവൊന്നും കാണത്തില്ല. അതായത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കുന്ന പിക്ചർ ഇതായിരിക്കും. ഓക്കെ, ഈ പിക്ചർ നോക്കി, ഇവിടെ സീക്കൻഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ്. ഓക്കെ, ടാൻജന്റ് എന്ന് പറയുന്ന അതിന്റെ പാരലായിട്ട് വരച്ച ഇത് വിഷ്വലി കാണിക്കാണ്ട് ഒരു ഫസ്റ്റ് ലെവലിൽ ഞാൻ നിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ആക്ച്വലി എപ്പോഴും
ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് തൊട്ട് അങ്ങോട്ടുള്ള വാല്യൂ മാത്രമല്ല നമ്മുടെ മീൻ വാല്യൂവിനെ സമ്മപ്പ് ചെയ്ത് തരാൻ പറ്റുന്നത്. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ദാ ഇവിടെ നോക്ക്, നമ്മുടെ ടൈലർ സീരീസ് ഈ കാണുന്നതിലോട്ട് ആദ്യത്തെ 2 ടേം ആഡ് ചെയ്യുന്ന മാത്രമൊന്നും അല്ലല്ലോ, ഇൻഫൈനൈറ്റ് ടേം ആഡ് ചെയ്തൂടെ. ഇവിടെ ഈ കേസിൽ നമ്മൾ കണ്ടെന്തോന്നാ, എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്നതിനെ സമ്മപ്പ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എന്നാക്കി. സോ ഇവിടെ കാണുന്ന ഈ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ അപ് ടു ഇൻഫിനിറ്റി അല്ലേ, ഈ ടേമിന്റെ ഇനിഷ്യൽ ടേം ആരാ, എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ അല്ലേ. ഇത് ബേസിക്കലി മീൻ വാല്യൂ തിയറം എന്താ ചെയ്തത്, എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞതിനെ ജനറലൈസ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് ആക്കി. ഓക്കെ, അതായത് ഇവിടം തൊട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ളതിനെ ജനറലൈസ് ചെയ്ത്. അപ്പോൾ തുടങ്ങിയത് എവിടുന്ന്, എഫ് ഡാഷ് ഓഫ് ഇൻറ്റു ബി മൈനസ് എ, അതായത് നമ്മുടെ ഇനിഷ്യൽ ടേം. ഓക്കെ, ആ ഇനിഷ്യൽ ടേമിനെ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ എൻ്റയർ കാര്യത്തിനെ കൊളാപ്സ് ചെയ്ത് കാണിച്ചു തന്നെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട്. പക്ഷെ മീൻ വാല്യൂ തിയറം അങ്ങനെയല്ല, കാരണം നമ്മൾ ടൈലർ സീരീസ് ആദ്യത്തെ 2 എണ്ണത്തിൽ നിൽക്കില്ലല്ലോ, നമ്മൾ ആദ്യത്തെ 3 ടേം എടുത്തെന്ന് വെച്ചോ. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ 3rd ടേം തൊട്ട് അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്ന വെച്ചോ. അപ്പൊ ഞാൻ ജനറലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യുന്ന എവിടം തൊട്ടാ, ഈ 3rd ടേം തൊട്ട് അപ് ടു ഇൻഫിനിറ്റി വരെ ഞാൻ കൊളാപ്സ് ചെയ്ത് ഇങ്ങനെ ആക്കാൻ പോകുന്നത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പൊ 4th ടേം തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന 4th ഫാക്ടോറിയൽ അപ് ടു ഇൻഫിനിറ്റി ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിനെ എനിക്ക് കൊളാപ്സ് ചെയ്തുകൊണ്ട് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ ക്യൂബ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഫസ്റ്റ് ഡെറിവേറ്റീവിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഓർക്കുക. ആൻഡ് ഇത് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, കാരണം നമ്മൾ ഈ സിംഗിൾ പോയിന്റിൽ നിന്ന് വന്നുകൊണ്ട് നമ്മളിതാ നേരെ ഹയർ ഓർഡർ ഡിഗ്രി ഡെറിവേറ്റീവ്സിലോട്ട് കയറിയല്ലോ. അതായത് എനിക്ക് വിഷ്വലി കാണിച്ചു തരാൻ നിങ്ങൾക്ക് എക്സാമ്പിളിൽ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ കോൺസെപ്റ്റ് അല്ലേ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി മീൻ വാല്യൂ തിയറം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ബേസിക്കലി എനിക്ക് ഈ പോയിന്റ് തൊട്ടാണെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളതിനെ കൊളാപ്സ് ചെയ്ത് ഒരൊറ്റ പോയിന്റിൽ തന്നു. എനിക്കതല്ല, ഈ ടേം തൊട്ട് ഇൻഫിനിറ്റി വരെയാണെങ്കിൽ എനിക്ക് അതിനെ കൊളാപ്സ് ചെയ്ത് ഈ ഒറ്റ ടേം ആക്കി തന്നു. അല്ല എനിക്കിതാ ഈ ടേം തൊട്ട് ഇൻഫിനിറ്റി വരെയാണെങ്കിൽ എനിക്ക് കൊളാപ്സ് ചെയ്ത് ഈ ടേം തന്നു. ഓക്കെ, ബേസിക്കലി അതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. മനസ്സിലായോ? അല്ലെ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മീൻസ് ചിന്തിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ആൻഡ് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് ഈ ഇക്വേഷൻ വന്നത് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ എന്താവുന്നത്, ടൈലർ സീരീസിന്റെ ഈ ഇക്വേഷനോട് വളരെയധികം സിമിലർ ആണ് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ. സോ ബേസിക്കലി ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്, മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ ടൈലർ സീരീസിന്റെ ഏതാണ്ട് ടൈലർ സീരീസ് തന്നെയാണ്, ബട്ട് വിത്ത് എ കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ ഉള്ളതിനെ കൊളാപ്സ് ചെയ്തു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എന്നാക്കി. അതിന്റെ കാര്യം എന്താ, ഈ പറയുന്ന എയുടെയും ബിയുടെ ഇടയിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ സ്ലോപ്പിന് ഈ ഫംഗ്ഷന്റെ എ തൊട്ട് ബി വരെയുള്ള ഫുൾ പ്രോപ്പർട്ടി പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് അറിയാവേ, കാരണം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഈ പറഞ്ഞ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് ഐ അതായത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടൈമിൽ തുടങ്ങുന്ന അപ് ടു ഇൻഫിനിറ്റി വരെയാണ് കൊളാപ്സ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എന്നാക്കിയത്. അതേ ലോജിക്ക് തന്നെ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചോ. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് ഐ തുടങ്ങുന്നതിന് പകരം എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയറിൽ തുടങ്ങിയാൽ അവിടെ തൊട്ട് ഇൻഫിനിറ്റി വരെ കൊളാപ്സ് ചെയ്ത് ഒറ്റ പോയിന്റ് ആക്കി. ഓക്കെ, അതായത് ഇവിടെ അപ്ലൈ ചെയ്ത് അതേ ലോജിക്ക് തന്നെ. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്ക് വരും എഫ് ഡാഷ് ഓഫ് സി അല്ലേ നമ്മൾ ഇവിടെ ആക്കിയത്. ഇവിടെ അതിനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലോട്ട് വന്നു, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്ക് വരും എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എന്ന് വന്നു. അതായത് ഈ പറയുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം തൊട്ട് ഇൻഫിനിറ്റി വരെ കൊളാപ്സ് ചെയ്ത് നമ്മൾ ഒറ്റ പോയിന്റ് ആക്കി. അതേ കേസ് തന്നെ തേർഡ് ഡെറിവേറ്റീവ് ടേമിന്റെ തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെയുള്ളതിനെ നമ്മൾ കൊളാപ്സ് ചെയ്ത് ഇവിടെ ഒറ്റ പോയിന്റ് ആക്കി. അതും തേർഡ് ഡെറിവേറ്റീവിന്റെ ടേമിൽ തന്നെ. ബേസിക്കലി നിങ്ങൾക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ കോൺസെപ്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പറയുന്നത്, എയുടെയും ബിയുടെ ഇടയിൽ 2 പോയിന്റ് ഉണ്ട്. ആൻഡ് ആ പോയിന്റ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ സി എന്ന് പറയുന്ന പോയിന്റിന് എയുടെയും ബിയുടെ ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പിന് എയുടെയും ബിയുടെ ഇടയിലുള്ള പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. ഓക്കെ, അതൊരു മാജിക് പോയിന്റ് ആണ് സി. മനസ്സിലായോ?
അതിലിതാ ഈ കാണുന്നത് മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ ഓഫ് ലെവൽ 1. ഇതും മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ ഓഫ് ലെവൽ 2. ഇതും മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ ഓഫ് ലെവൽ 3. അതായത് ബേസിക്കലി ഇതെല്ലാം മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ. അതായത് നമ്മളോട് ടൈലർ സീരീസിന്റെ ഇക്വേഷൻ വെച്ചാൽ നമ്മൾ എന്തോന്ന് പറയും? എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ബൈ 2 ഫാക്ടോറിയൽ അപ് ടു ഇങ്ങനെ നമുക്ക് എത്ര ടൈം വേണേലും പറയാമല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ മീൻ വാല്യൂ തിയറത്തിന്റെ. ഓക്കെ, ഇത് മീൻ വാല്യൂ തിയറം അറ്റ് ലെവൽ 1. ഈ ആദ്യം കാണുന്ന എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. ഈ കാണുന്ന ലെവൽ 2 എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അതുപോലെ ഈ കാണുന്നത് അറ്റ് ലെവൽ 3. ഓക്കെ, അതായത് ബേസിക്കലി ഇവരെല്ലാം മീൻ വാല്യൂ തിയറം തന്നെയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞത് ഈ ഇക്വേഷൻ മാത്രം. ഈ ഇക്വേഷൻ അവിടെ നമുക്ക് വന്നത് ഇതിന്ന്. ഇത് വന്നത് നമ്മുടെ സിമ്പിൾ എന്ത് ഇമേജ് വെച്ച് കാണിച്ചു തന്നോണ്ട് മാത്രമാണ്. അതിന്റെ ലെവൽ 2 ലെവൽ 3 എല്ലാം ഇത്. ഓക്കെ, ഇനി അല്ല നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൺസെപ്ച്വലി മനസ്സിലാവണമെങ്കിൽ ഇന്റഗ്രേഷൻ വെച്ച് പറയാൻ പറ്റും. ഇത് നമ്മൾ സോഫാർ ഇന്റഗ്രൽസ് കവർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇന്റഗ്രൽസിന്റെ അകത്തോട്ട് കയറാത്തതാണ് ആക്ച്വലി. അവിടെ ഒരു മീൻ വാല്യൂ വെയ്റ്റഡ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഫോർ ഇന്റഗ്രൽസ്. ഇത് പറഞ്ഞിപ്പോടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, അവിടെ വരുമ്പോൾ നമുക്കത് കറക്റ്റ് പറയാം. ഓക്കെ, ഇത്രയും മാത്രം. ഇതെല്ലാം മീൻ വാല്യൂ തിയറംസ് തന്നെയാണ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമ്പിളിലോട്ട് വരാം. അതായത് നമ്മൾ എന്താ പറഞ്ഞേ? താണ്ടേ, നമ്മൾ സൈനിന്റെ ആദ്യത്തെ 2 ടേം മാത്രമേ എടുത്തുള്ളൂ. എന്തൊക്കെ? എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് വന്ന ടേം മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ എന്ത് പറ്റി? നമ്മുടെ ആക്ച്വൽ എറർ എന്താ? നമ്മളെ ഇഗ്നോർ ചെയ്ത ടേം തൊട്ട് അങ്ങോട്ട് വരാം. ഇഗ്നോർ ചെയ്ത ടേം ഏതാ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ തൊട്ട് അങ്ങോട്ട് വരാം. നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇഗ്നോർ ചെയ്ത സെക്കൻഡ് ലെവൽ, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം തൊട്ട് അങ്ങോട്ട് വന്നാല് വേണ്ട, സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം തൊട്ട് അങ്ങോട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് അതിനെ കൊളാപ്സ് ചെയ്തുകൊണ്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കൊളാപ്സ് ചെയ്ത് ഒറ്റ രീതിയിൽ എഴുതാം മീൻ വാല്യൂ തിയറത്തിൽ. അതാണ് പഠിച്ചത്. അതായത് ഈ കാണുന്ന ഈ പോയിന്റ് തൊട്ട് ഇൻഫിനിറ്റിയെ വരെ നമുക്ക് കൊളാപ്സ് ചെയ്ത് ഈ ഒറ്റ പോയിന്റിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആ എറർ നമ്മൾ പറഞ്ഞ എന്താ? ആ ഇഗ്നോർ ചെയ്ത ടേം തൊട്ട് ഇൻഫിനിറ്റി വരെ അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് ഇങ്ങനെ കൊണ്ടുവന്നൂടെ? ഓക്കെ, ഈ രീതി കൂടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 0.1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. ഇത് ബേസിക്കലി ഒന്നുമില്ല. അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ 0.1, എ എന്ന് പറയുന്ന 0, അപ്പൊ ബി മൈനസ് എ ഹോൾ സ്ക്വയർ. ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ബൈ 2 ഫാക്ടോറിയൽ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചതാണ്ട് ഇത്. ഓക്കെ, ഇതേ കാര്യം തന്നെ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് ടേം തൊട്ട്, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ നമുക്ക് കൊളാപ്സ് ചെയ്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ ബി മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞതിലോട്ട് കൊളാപ്സ് ചെയ്ത് എഴുതാം. ഓക്കെ, ഈ സൈൻ എക്സിന്റെ കേസ് വന്ന് നമ്മൾ ഇഗ്നോർ ചെയ്ത് എവിടെ തൊട്ടാ? ആ സെക്കൻഡ് ടൈം തൊട്ടാ. ഏത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത. ഇഗ്നോർ ചെയ്താൽ നമ്മൾ എന്താ പറഞ്ഞ? ആക്ച്വൽ എറർ എന്ന് പറയുന്നത് ആ പോയിന്റ് തൊട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ സമ്മപ്പ് ചെയ്യുന്ന എറർ എന്ന് നമ്മൾ എന്താ തൊട്ട് മുമ്പേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു തന്നെ. അപ്പം അത് തന്നെയാണ് ബേസിക്കലി നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ എറർ എന്ന് പറഞ്ഞ് നമ്മൾ ഇഗ്നോർ ചെയ്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ അപ് ടു ഇൻഫിനിറ്റി ആണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ ഈ ടൈമിൽ എത്തിച്ചു. ഓക്കെ, ഇനിയാണ് ആക്ച്വൽ സാധനം പറയാൻ പോകുന്നത്. നമുക്ക് ആ മാജിക് പോയിന്റ് സി അറിയത്തില്ല, പക്ഷെ നമുക്ക് വരാവുന്ന മാക്സിമം വാല്യൂ അറിയാം. അതായത് സൈൻ എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് സൈൻ സി എന്ന് പറഞ്ഞു വരും. നമുക്ക് ആ മാജിക് സി അറിയത്തില്ല. ഓക്കെ, എ 0യുടെയും 0.1ന്റെ ഇടയുള്ള. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, സൈൻ ഒരിക്കലും മാക്സിമം സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1ൽ എക്സീഡ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും മാക്സിമം സൈനിന്റെ വാല്യൂ 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഏറ്റവും മാക്സിമം വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഏറ്റവും മാക്സിമം എറർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും മാക്സിമം എറർ അവിടെ കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ എറർ. സോ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ എറർ എത്ര? 0.005.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. 0.005, അതായത് ഞാൻ കണ്ടുപിടിക്കുന്ന വാല്യൂന്ന് മാക്സിമം വരാൻ പോകുന്ന എറർ അല്ലെങ്കിൽ അലൗഡ് ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത് 0.005 ആണ്. ഇതിൽ കൂടിയ ഒരു വാല്യൂ വന്നാലും ഇതിൽ കുറഞ്ഞൊരു വാല്യൂ വന്നാലും അത് ഇന്നാക്യുറേറ്റ് ആണെന്ന് പറയാം. പക്ഷെ ആ ആക്ച്വൽ വാല്യൂന്റെ അകത്ത് നിന്നാൽ ഇവൻ ആക്യുറേറ്റ് ആണ്. ഓക്കെ, ഇത് മീൻ വാല്യൂ തിയറം വെച്ച് പറഞ്ഞ എങ്ങനെയാന്ന് കറക്റ്റ് മനസ്സിലായില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ടേം തൊട്ട് അപ് ടു ഇൻഫിനിറ്റി വരെ എടുത്തപ്പം ഉള്ള ആ സമ്മപ്പ് ചെയ്ത വാല്യൂ അല്ല ഈ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഈ ഈ കേസിൽ തന്നെ നോക്കി, ഇവിടെ സൈനിന്റെ കേസിൽ തന്നെ നമ്മൾ ആദ്യത്തെ 2 വാല്യൂ മാത്രമേ എടുത്തുള്ളൂ, മൂന്നാമത്തെ ടേം തൊട്ട് ഇഗ്നോർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ എറർ അത്ര 0.005 അല്ലേ. ഇനി ഞാൻ ആദ്യത്തെ 3 ടേം എടുക്കുക. ഓക്കെ, 1, 2, 3 ഈ 3 ടേം എടുത്തിട്ട് ഈ 4ാമത്തെ ടേം തൊട്ട് ഇഗ്നോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എറർ എന്തോന്ന് വരും? f'(c) ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ b മൈനസ് a ഹോൾ ക്യൂബ് എന്ന് വരും. അതെവിടെ താഴെ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുന്ന എറർ എന്തോന്നാ? 0.0000004 എന്ന് കിട്ടും. അതായത് ഈ പറഞ്ഞ 0.005-നെക്കാട്ടിലും ഒരുപാട് ചെറുതാ. ഇത് ബേസിക്കലി നമുക്കറിയാലോ, ടൈറ്റിൽ സീരീസിൽ ഓരോ ടേം ഇട്ട് കൊടുത്താൽ അവർ ആക്യുറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതല്ലേ ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ടേം കുറവുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് 0.005. ഓരോ ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ അത്രത്തോളം ആക്യുറേറ്റ് ആയി, എറർ അത്രത്തോളം കുറഞ്ഞു. സോ അത്രേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ തോനെയും പേർക്ക് സംശയം തോന്നാൻ ഈ ഒരു പാർട്ടായിരിക്കും. അത് ഈ ഒരു പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്ന്. പക്ഷെ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. കാരണം ടൈലർ സീരീസ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ലല്ലോ, നമുക്ക് എത്ര ടൈം ആണെങ്കിലും ആഡ് ചെയ്യല്ല. അതുപോലെ തന്നെയാണ് ഇത് മീൻ വാല്യൂ തിയറം. അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്റഗ്രൽ എടുക്കേണ്ടി വരും. പക്ഷെ ഇന്റഗ്രൽ വരെ പോകേണ്ടത് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു തരാം. ഇത് എന്താണ് മീൻ വാല്യൂ തിയറം ആയിട്ട് ലെവൽ 1, ഇത് മീൻ വാല്യൂ തിയറം ആയിട്ട് ലെവൽ 2, ഇത് മീൻ വാല്യൂ തിയറം ആയിട്ട് ലെവൽ 3. ഓക്കെ, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഇതാണ് ആക്ച്വലി സാധനം. എനിക്കറിയാം ലാസ്റ്റ് പാർട്ട് ഈസ് എ ബിറ്റ് കൺഫ്യൂസിങ്, ബട്ട് ആ ഒരു ഐഡിയ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറി ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. എന്താണ് അത് മറന്നേക്കുക. എന്തെങ്കിലും നോളജ് കിട്ടുമ്പോൾ തിരിച്ചു വന്നിട്ട് നോക്കുക. ഓക്കെ, കാരണം ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് പോലെ തന്നെ പറഞ്ഞു തരാനും പാടാ, നിങ്ങൾക്ക് മനസ്സിലാക്കാനും പാടാ. പക്ഷെ മനസ്സിലാക്കി കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും. ഇത് ബേസിക്കലി വേറൊന്നുമില്ല. മീൻ വാല്യൂ തിയറം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ 2 പോയിന്റ് ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട്, അതൊരു മാജിക് പോയിന്റ്. ആ പോയിന്റിന് ആ ഫംഗ്ഷന്റെ a തൊട്ട് b വരെയുള്ള ഓൾമോസ്റ്റ് ബിഹേവിയർ ആ c എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. അത്രേ ഉള്ളു മീൻ വാല്യൂ തിയറം. ആ മീൻ വാല്യൂ തിയറത്തിന്റെ പല പല റെപ്രസെന്റേഷൻസ്, പല പല ലെവലുകൾ.